ഗാസ വെടിനിർത്തൽ, ബന്ദി കൈമാറ്റം, ഇതെല്ലാം തന്നെ ഒരു വഴി നടക്കുന്നു. അതിനിടയിൽ ചെറിയ പൊട്ടലും ചീറ്റലും കല്ലുകടിയും ഒക്കെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം 4 ബന്ദികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് വനിതകളാണ്. ഇസ്രായേലിൽ നിന്നും ഒക്ടോബർ 7, 2023 ഹമാസ് പിടിച്ചുകൊണ്ടുപോയ, തടവിലാക്കിയ ആളുകളാണ്. ഈ 4 പേരുടെ കൈമാറ്റം കഴിഞ്ഞപ്പോൾ 200 പേരെയാണ് ഇസ്രായേൽ തിരിച്ചു കൊടുത്തത്. ഗാസയിലേക്ക് തിരിച്ചു കൊടുത്ത് 200 പേർ. അപ്പൊ എല്ലാം സുഗമമായി നടക്കുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഒരാളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. കൺഫ്യൂഷൻ അല്ല, ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തി. അതൊരു വനിതയാണ്. ആ വനിതയുടെ പേരാണ് അർബൽ യഹൂദ്. അർബൽ യഹൂദ് എന്ന സ്ത്രീ. അപ്പൊ ആ സ്ത്രീയെ ഒക്ടോബർ 7 പിടിച്ചുകൊണ്ട് പോകുന്നത് 400 പേരോളം വസിച്ചിരുന്ന ഇസ്രായേലി സെറ്റിൽമെന്റ് ആണ്. കിബുട്സ് എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. ആ സെറ്റിൽമെന്റ് നിറോസ് എന്ന് പറയുന്ന ആ സെറ്റിൽമെന്റിൽ വലിയ സജീവ സാന്നിധ്യമായിരുന്ന ഒരു ലേഡിയാണ് അർബൽ യഹൂദ്. അപ്പൊ അർബൽ യഹൂദ് എവിടെ? പക്ഷേ ഇവിടെ ചോദ്യം, അർബൽ യഹൂദിനെയും കൂടെ മോചിപ്പിക്കേണ്ടതായിരുന്നു. അതോടെ ബന്ദികളായി ഉള്ള സ്ത്രീകളുടെ കാര്യം എല്ലാം തന്നെ സെറ്റിലാവുകയാണ്. പിന്നീടുള്ള പുരുഷന്മാരും മറ്റ് ഈ ചെറുപ്പക്കാർ ഇവരെല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലേഡിയെ മോചിപ്പിക്കാതെ തങ്ങൾ നെറ്റ്സാരിം കോറിഡോർ തുറന്നു കൊടുക്കില്ല. നെറ്റ്സാരിം കോറിഡോർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയ്ക്ക് കുറുകെ മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു ഇടനാഴിയാണ്. അത് ഇസ്രായേൽ തന്നെ സൃഷ്ടിച്ച ഒരു ഇടനാഴിയാണ്. വടക്കൻ ഗാസയെയും തെക്കൻ പ്രദേശങ്ങളെയും വേർതിരിക്കുന്ന നെടുക്കെ മുറിക്കുന്ന ആ ഒരു കോറിഡോർ. ആ കോറിഡോർ കടന്നെങ്കിൽ മാത്രമേ തെക്ക് പ്രദേശത്ത് നിന്ന് വടക്കൻ ഗാസയിലേക്ക് ആളുകൾക്ക് പോകാനാവൂ. വടക്കൻ ഗാസ നമുക്കറിയാമല്ലോ, ഒക്ടോബർ 7 ആക്രമണം തുടങ്ങിയതിൽ പിന്നെ ആക്രമണത്തിന് ശേഷം പിറ്റേന്ന് തന്നെ പ്രത്യാക്രമണം ഉണ്ടായി തുടങ്ങി. അത് മുതൽ തന്നെ ഇസ്രായേൽ കർശനമായ വാർണിംഗ് കൊടുത്തു. വടക്കൻ ഗാസയിലെ ആളുകൾ തെക്കോട്ട് പോകണം. ഹമാസ് ഇതിനെ ചെറുക്കാൻ നോക്കി. നിങ്ങൾ ആരും വീട് വിട്ടു പോകണ്ട, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടും നിരന്തരമായ ബോംബിംഗ് ആദ്യം തുടങ്ങിയത് വടക്കൻ ഗാസയെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ വടക്കൻ ഗാസയിൽ നിന്നും ഗാസ സിറ്റിയിലേക്കും അവിടെ തെക്കോട്ട് ഖാൻ യൂനിസിലേക്കും ഏറ്റവും തെക്ക് റാഫയിലേക്കും ഒക്കെ വടക്കൻ ഗാസയിൽ നിന്നും ലക്ഷങ്ങളാണ് പലായനം ചെയ്തത്. 23 ലക്ഷം പേരുള്ള ഗാസയിൽ ഏതാണ്ട് പകുതിയോളം പേര് വടക്കൻ ഗാസയിൽ നിന്നും തെക്കോട്ട് പലായനം ചെയ്തു. വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ ഈ കരാർ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കരാർ വിഭാവനം ചെയ്തു. പക്ഷെ അതും ഘട്ടം ഘട്ടമായിട്ടാണ്. നെറ്റ്സാരിം ഇടനാഴിയിലുള്ള നിയന്ത്രണം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ മാത്രമേ അത് കടക്കാനാവൂ. ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഈ ലേഡിയെ, അർബൽ യഹൂദിനെ വിട്ടു തരാതെ ഞങ്ങൾ തുറക്കില്ല. അപ്പൊ അതൊരു വലിയ പ്രതിസന്ധിയായി. കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധിയായി. പക്ഷെ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അർബൽ യഹൂദിനെയും 6 പേര്, മറ്റ് 5 പേരെയും കൂടെ 6 പേരെ ഈ വരുന്ന ശനിയാഴ്ച വിട്ടുകൊടുക്കും. എല്ലാ ശനിയാഴ്ചകളിലുമാണ്. ആദ്യ ശനിയാഴ്ച 3 പേരെ വിട്ടു, 2ാം ശനിയാഴ്ച 4 പേരെ വിട്ടു, ഇനി 3ാം ശനിയാഴ്ച വെടിനിർത്തൽ തുടങ്ങിയതിനു ശേഷമുള്ള 3ാം ശനിയാഴ്ച 6 പേരെ വിടുകയാണ്. അപ്പം 3ഉം 4ഉം 7ഉം 6ഉം 13 പേരാകും ഈ ആഴ്ച കഴിയുമ്പോൾ. അതിൽ അർബൽ യഹൂദ് ഉണ്ടാവും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ ഇടനാഴി കടക്കാൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രായേല് അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന വാർത്ത. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആ ഹൃദയഭേദകമായ ഏറിയൽ കാഴ്ചയാണ്. മണിക്കൂറുകളോളം, ഒരുപക്ഷെ 48 മണിക്കൂറുകളോളം ആ ബോർഡറിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് പലസ്തീൻ ജനത, അല്ലെങ്കിൽ ഗാസയുടെ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു പോകാനായി തെക്ക് നിന്ന് എത്തിയ ആളുകൾ. അവരുടെ ആഹാരം, വസ്ത്രം, താമസം, കൊടും തണുപ്പാണ്, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ജനത അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവർക്കൊരു ആശ്വാസം എന്ന നിലയിൽ അതെത്തുന്നു. അതൊരു നല്ല കാര്യം. അതേസമയം വടക്ക് ലെബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ പൂർണ്ണമായി സമാധാനം വന്നിട്ടില്ല. ഈ ദിവസമാണ്, കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം 27-ാം തീയതി, നവംബർ 27-നാണ് എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. 2 മാസത്തേക്ക് വെടിനിർത്തൽ എഗ്രിമെന്റ്, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ എഗ്രിമെന്റ്. അത് ഹിസ്ബുള്ളയും തമ്മിൽ എന്ന് പറയുമ്പോഴും അത് ലെബനൻ എന്ന രാജ്യം തമ്മിലാണ്. ലെബനൻ എന്നാണെന്നുള്ള സ്റ്റേറ്റ് പ്ലെയർ. ലെബനൻ ഇസ്രായേൽ ധാരണ ഉണ്ടായത് 2 മാസത്തേക്കുള്ള വെടിനിർത്തൽ, സേനാ പിന്മാറ്റം, അത് ഇസ്രായേൽ തുടങ്ങി വെച്ചു. പക്ഷേ തെക്കൻ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ സേന പിന്മാറിയിട്ടില്ല. സേനാ പിന്മാറ്റം അവസാനിക്കേണ്ട സമയത്തും ഒരു മെല്ലെപ്പോക്കാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്.
അതിനെതിരെ അവിടുത്തെ ഗ്രാമവാസികൾ ചെറിയ തോതിൽ ഇളകി. അങ്ങനെ 22 പേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈന്യം തെക്കൻ ലെബനനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അതൊരു തർക്കമായി നിൽക്കുകയാണ്. പക്ഷേ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുന്നില്ല. ആ ഒരു തർക്കം രമ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഈ പുതിയ ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയാണ് ലെബനനിലുള്ളത്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏതാണ്ട് ഒരു മാസത്തോളം, ഒരു മാസമല്ല 10-20 ദിവസത്തെ ഒരു ഒരു ബ്രീതിങ് ടൈം വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ പറയുന്നത് ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസം 18-ാം തീയതി ബാക്കിയുള്ള പിന്മാറ്റവും നടക്കും. അപ്പോൾ ഒരു മാസം കൂടി, അല്ല ഏതാണ്ട് ഒരു 20-25 ദിവസം കൂടി വെടിനിർത്തൽ നീളുകയാണ്. അപ്പോൾ അവിടെയും സമാധാനം പൂർണ്ണമായി വന്നു എന്ന് പറയാനാവില്ല. 22 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ്. ഇസ്രായേൽ പറയുന്നത് അവർ പ്രകോപനപരമായി പെരുമാറി, അതുകൊണ്ട് ഞങ്ങൾ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രദേശങ്ങളും, ഗാസ എന്ന മുനമ്പും അതുപോലെ വടക്ക് ലെബനൻ എന്ന രാജ്യവും പൂർണ്ണ ശാന്തിയിലേക്ക് വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗാസയുടെ പുനരുദ്ധാനത്തെക്കുറിച്ച്, റീകൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മുടെ ട്രംപ് അച്ചായൻ ചില വിടുവ പറഞ്ഞു വെച്ചത്. ഒരു കാര്യം ചെയ്യ്, ആകപ്പാടെ തകർത്തിട്ടിരിക്കുകയല്ലേ. ഗാസയുടെ കെട്ടിടങ്ങളുടെ 90% നിലംപരിശായി കഴിഞ്ഞു. ജീവിതം അസാധ്യം. ഈ ബിൽഡിങ്ങുകളെല്ലാം റീകൺസ്ട്രക്ട് ചെയ്ത് മോഡേൺ സാറ്റലൈറ്റ് ടൗൺഷിപ്പുകൾ വരണമെങ്കിൽ ഇത്രയും ജനങ്ങളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് നടക്കില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നാണ് 23 ലക്ഷം പേര് അധിവസിക്കുന്ന. അതിലിപ്പോ 23 ഉണ്ടാവില്ല. 1 ലക്ഷം പേർക്ക് പരിക്ക് പറ്റി, അംഗം പറ്റി. 47,000-ൽ പരം പേരുടെ ജീവൻ പൊലിഞ്ഞു. അപ്പോൾ 23 ലക്ഷത്തിൽ താഴെ മാത്രമേ അവിടെ ജനസംഖ്യയുള്ളൂ. അപ്പോൾ അവിടെ ഇത്രയും പേരെ നിലനിർത്തിക്കൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കില്ല. അതിനാൽ ഗാസയിൽ നിന്നും വലിയ തോതിലെ അഭയാർത്ഥികളെ സ്വീകരിക്കണം. ഈജിപ്റ്റ് എന്ന ആഫ്രിക്കൻ രാജ്യവും തൊട്ടടുത്തുള്ള ജോർദാൻ എന്ന രാജ്യവും ഈ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് ട്രംപ് അങ്ങ് പറഞ്ഞു വെച്ചു. പറയുന്ന എളുപ്പമാണ്. സ്വന്തം നാടും വീടും വിട്ടൊഴിഞ്ഞ് ഗാസയുടെ മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തവർ ഇനി മറ്റൊരു രാജ്യത്തേക്ക്, അല്ലെ 2 രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കൂനിന്മേൽ കുരുവാണ്, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിക്കുന്ന അനുഭവമാണ്. അത് ക്രൂരമാണ്. അതൊരു ക്രൂരമായ വിനോദമായി തോന്നാം. അപ്പൊ അത് അറബ് രാജ്യങ്ങൾ, വളരെ GCC ഉൾപ്പെടെയുള്ള സമിതികളും രാജ്യങ്ങളും, ഈ കൺസേൺ രാജ്യങ്ങളും അവരുടെ സമ്മതം വേണമല്ലോ. ഈജിപ്റ്റ് പ്രസിഡന്റ് അൽ-സിസി അമേരിക്കയോട് എതിർത്ത് നിൽക്കുന്ന ഒരു നേതാവല്ല. ഇസ്രായേലിനോടും ഒരു സൗഹൃദം പാലിക്കുന്ന നേതാവാണ്. അൽ-സിസി ശക്തമായി പ്രതിഷേധിച്ചു കഴിഞ്ഞു. ഇത് സാധ്യമല്ല. ഈജിപ്തിന്റെ മണ്ണിലേക്ക് ഈ അഭയാർത്ഥികളെല്ലാം കൂടി പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരു പെരനിയൽ പ്രോബ്ലം ആകും. പിന്നീട് അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ അഭയാർത്ഥികളെ സന്ധാരണം ബുദ്ധിമുട്ടാണ്. അതിന് അമേരിക്ക പണം തരില്ലല്ലോ. അത് ഞങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ ജോർദാനും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മുൻപൊക്കെ ഈ പ്രപ്പോസൽ വന്നതാണ്. ജോർദാനിലേക്ക് വലിയ തോതിൽ ഗസ അഭയാർത്ഥികളെ, പലസ്തീനിയൻ അഭയാർത്ഥികളെ വിന്യസിക്കുന്നത്. ഇപ്പോൾ തന്നെ ജോർദാനിൽ പലസ്തീനിയൻ അഭയാർത്ഥികളുടെ പല ക്യാമ്പുകളുമുണ്ട്. ഇനിയും അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ജോർദാൻ തയ്യാറല്ല. ജോർദാൻ രാജാവ് അത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു നീക്കം, ട്രംപിന്റെ നീക്കം മുളയിലേ ഞുള്ളുകൻ. ട്രംപ് ആഗ്രഹം പറഞ്ഞു വെച്ചു. ട്രംപിന് പറഞ്ഞാൽ മതിയല്ലോ, അതിനകത്ത് ചിലവൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് നടക്കാത്ത കാര്യമാണ്. ഇസ്രായേലിന് സ്വീകാര്യമായിരിക്കും. പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ നിർബന്ധിതമായി ഗാസയുടെ മണ്ണിൽ നിന്നും വലിയൊരു ഭാഗം പലസ്തീനിയനെ കുടിയൊഴിപ്പിച്ചാൽ അവരെ തിരിച്ചെത്തിക്കാൻ സമയത്ത് ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ ചില കണ്ടീഷൻസ് വെക്കും. അവരിൽ ഭീകരർ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. ചില കണ്ടീഷൻസ് ഉണ്ടാകും. റീ എൻട്രിക്ക് പെർമിറ്റ് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ നിൽക്കാതെ എത്ര തകർന്നു കിടക്കുകയാണെങ്കിലും തങ്ങളുടെ പ്രദേശം എങ്ങനെയെങ്കിലുമൊക്കെ പല സഹായത്താൽ പുനരുജ്ജീവിപ്പിച്ച് വാസയോഗ്യമാക്കി എടുക്കാനാവുമോ എന്ന ഒരു ചിന്തയിലാണ് ഗാസ നിവാസികൾ. അപ്പൊ ട്രംപിന്റെ ആ പദ്ധതിയും പൂർണ്ണയിൽ എത്തി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് 15 മാസം, 1.25 വർഷം നീണ്ടുനിന്ന യുദ്ധം കഴിയുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തങ്ങളാണ് ഇതൊക്കെ. അപ്പോഴും രജതരേഖയായി നിൽക്കുന്നത് ഗാസ ജനങ്ങൾക്കൊന്ന് ശ്വാസം വിടാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള തുണി, പിന്നെ ആഹാരം, വെള്ളം, ഇതെല്ലാമായി മരുന്നുകൾ, ഇതെല്ലാമായി 600ഓളം ട്രക്കുകളാണ് എല്ലാ ദിവസവും ഗാസയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത്, ഇന്ധനം ഉൾപ്പെടെ. അപ്പൊ ഇതെല്ലാം തന്നെ ഗാസയുടെ ദൈനംദിന ജീവിതത്തെ നിലനിർത്താൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗാസയുടെ
പുനർനിർമ്മാണം ലോകത്തിൻ്റെ ധാർമ്മികമായ ആവശ്യമായി പരിഗണിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയമനം പാലിക്കുകയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ സഹകരണം ഉണ്ടാവുകയും ആ സഹകരണത്തിന്റെ എല്ലാം ഫലമായി ഗാസയിലെ ജനങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി.